സോ വെൽക്കം ബാക്ക്. അപ്പോൾ റിയൽമിയുടെ GT60 എന്ന ഫോൺ കുറച്ച് നാൾ മുമ്പ് 25,000 രൂപ റേഞ്ചിൽ ലോഞ്ച് ചെയ്ത അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഫോണായിരുന്നു. ഇപ്പം GT6 എന്ന ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ കൂടി റിയൽമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്, ഡീറ്റെയിൽസും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒറ്റ വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടപ്പെടുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. 3 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 8GB 256GB ആണ്. മിഡിൽ വേരിയൻറ്റ് 12GB 256GBയും ഹയർ വേരിയൻറ്റ് 16GB അതുപോലെ തന്നെ 512GB വേരിയൻ്റ് ആണ് ഹയർ വേരിയൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ ബേസ് മോഡലിൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 14,999 ആണ്. മിഡിൽ വേരിയൻ്റെ നോർമൽ പ്രൈസ് 42,999 ഹയർ വേരിയൻ്റെ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 44,999 ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ഓഫർ പ്രൈസ് വരുന്നുണ്ട്. ബേസ് മോഡൽ 35,999, മിഡിൽ വേരിയൻറ്റ് 38,999, ഹയർ വേരിയൻറ്റ് 39,999 കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഓഫർ പ്രൈസിൽ 36,000 രൂപക്കാണ് ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, അല്ലെങ്കിൽ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 41,000 രൂപയാണ് നോർമൽ ആയിട്ടുള്ള പ്രൈസും. ഇനി ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡ്. സോ ഗ്ലാസും കാര്യങ്ങളൊന്നും വരുന്നില്ല. GT60 വന്ന സെയിം ഡിസൈൻ തന്നെയാണ്, ഒരു മാറ്റവും വരുന്നില്ല. സെയിം രണ്ട് ഫോണും വെച്ച് കഴിഞ്ഞാൽ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. 2 കളർ വേരിയൻ്റ് വരുന്നുണ്ട്, ഒന്ന് ഗ്രീനും പിന്നെ സിൽവറും വരുന്നുണ്ട്. സോ ലുക്ക് ലൈക്ക് GT60 25,000 രൂപ റേഞ്ചിൽ ആ ഒരു ഫോണിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിനും കൊടുത്തുള്ളത്. 199 ഗ്രാം വെയ്റ്റും 8.6 mm തിക്നെസ്സും ഫോണിന് വരുന്നുണ്ട്. IP65 ഡസ്റ്റ് ആൻഡ് വാട്ടർ റേറ്റിംഗ് മാത്രമേ ഫോണിന് വരുന്നുള്ളൂ. സോ 22,000 രൂപയുടെ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനിലടക്കം IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ ഇപ്പോഴും IP65 റേറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. അതൊക്കെ ഒരു പോരായ്മയായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നീട് ഗ്ലാസ് ഡിസൈനോ അതുപോലെ തന്നെ വീഗൻ ലെതറും കാര്യങ്ങളൊന്നും വരുന്നില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഡിസൈനാണ് വരുന്നത്. പക്ഷേ കാണാൻ അത്യാവശ്യം പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ അതിനൊന്നും ഇഷ്യൂ ഇല്ല. ഒരു ഡിസൈൻ വൈസ് ഒരു നോർമലായിട്ടുള്ള ഒരു ഡീസൻറ്റ് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. ദെൻ ഡിസ്പ്ലേ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിലുള്ള ഒരു AMOLED 120 Hz ഒരു LTPO ഡിസ്പ്ലേ ആണ് ഫോണിന് വരുന്നത്. അതൊരു കർവ് ഡിസ്പ്ലേ ആണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 6000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സെയിം റിയൽമി GT60 വന്ന സെയിം ഡിസ്പ്ലേ, ആ ഒരു 6000 നിറ്റ്സും പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ ആ ഒരു ഫോണിന് വന്ന കാര്യം തന്നെയാണ്. സോ ചേഞ്ചസ് ഒന്നും ആ കാര്യത്തിലുള്ള. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനും ഡിസ്പ്ലേക്ക് വരുന്നുണ്ട്. ഡിസ്പ്ലേ ഒക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിലൊക്കെ വരുന്ന ആ ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഈ ഒരു ഫോണിനും കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് ഉഗ്രനായിട്ടുള്ള നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി ക്യാമറ 15 MB ആണ് പ്രൈമറി ക്യാമറ. അതും LYTയുടെ 808 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 15 MB ഒരു ടെലിഫോട്ടോ വരുന്നുണ്ട്. 8 MP അൾട്രാ വൈഡ് വരുന്നുണ്ട്. 4K 16 FPS ഉള്ള വീഡിയോസ് റിയറിൽ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് ആണെങ്കിൽ 32 MB സെൽഫി ക്യാമറ വിത്ത് 4K 13 FPS ഉള്ള വീഡിയോസും ഫ്രണ്ടിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ക്യാമറ വൈസ് അത്യാവശ്യം നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ക്യാമറ റിവ്യൂസൊക്കെ നോക്കുക. സ്പെസിഫിക്കേഷൻ വൈസ് മാത്രം നോക്കിയിട്ട് പോയിട്ട് എടുക്കരുത്. ക്യാമറ റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കാം. സോ ക്യാമറ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം ക്യാമറ പറ്റി സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാമറ എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങൾ റിവ്യൂ കണ്ടിട്ട് തന്നെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ദെൻ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു റേഞ്ചിൽ ഒട്ടുമിക്ക എല്ലാ ഫോണും യൂസ് ചെയ്യുന്ന കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനും കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ആൻറ്റോ ബെഞ്ചുമാർക്ക് സ്കോർ എന്ന് പറഞ്ഞാൽ 15 lakhൻ്റെ ആ റേഞ്ച് എന്തായാലും ഇതിന് ആൻറ്റോ സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. പിന്നീട് Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്ന റിയൽമി UI വരുന്നുണ്ട്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും റിയൽമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫോണിന് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഫോൺ ഉഗ്രം തന്നെയാണ്. പെർഫോമൻസ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു സെയിം ചിപ്സെറ്റുള്ള ഫോൺ 30,000 രൂപയുടെ പോക്കോയുടെ F6 തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത 50,000 രൂപക്ക് ആ റേഞ്ചിൽ വരുന്ന മോട്ടറോള എഡ്ജ് 50 അൾട്രയിലും വരുന്നുണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ യൂസ് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം എല്ലാ ഫോണിലും ഈ ഒരു പ്രീമിയം മിഡ് റേഞ്ച് ഫോണിലൊക്കെ തന്നെ യൂസ് ചെയ്ത് കാണുന്ന പ്രോസർ തന്നെയാണ്. അപ്പം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള പ്രോസർ തന്നെയാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ. ബട്ട് അത് നമുക്ക് പ്രൈസ് കുറഞ്ഞ ഫോണിലും ഈ ഒരു പ്രോസർ വെച്ചുകൊണ്ട് ഫോൺ വരുന്നുണ്ട്. ബട്ട് പോക്കോ F6 നമുക്ക് അങ്ങനെ ക്യാമറ അത്ര ബെറ്റർ ക്യാമറയൊന്നും വരുന്നില്ല, പെർഫോമൻസ് മാത്രമാണ് ആ ഒരു ഫോൺ. പക്ഷേ ഈ ഒരു ഫോൺ നമുക്ക് ക്യാമറയും കുറച്ചും കൂടെ ബെറ്റർ, എല്ലാ ഡിസ്പ്ലേ എല്ലാം കാര്യങ്ങളും ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്.
പിന്നീട് ബാറ്ററി പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററി, 125 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് പോയിൻറ്റ് 41,000 രൂപയാണ് ഫോണിൻ്റെ നോർമൽ പ്രൈസ്. ഓഫർ പ്രൈസിൽ 36,000 രൂപയ്ക്ക് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിൻറ്റിൽ നമുക്ക് ബിൽഡ് ആൻഡ് ഡിസൈൻ നോർമലാണ്, ബിൽഡൊക്കെ തന്നെ ശോകം തന്നെയാണ്. ഡിസ്പ്ലേ വൈസ് ബെറ്റർ ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലെ നമ്മളെല്ലാ ഫോണിലും കാണുന്ന രീതിയിൽ തന്നെ നല്ല ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, ക്യാമറയും നല്ലതായിട്ടാണ് വരുന്നുണ്ട്. അപ്പം ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമുക്കങ്ങനെ ബെസ്റ്റ് ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ, വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്നാലും ഒരു കുഴപ്പമില്ലാത്ത ഒരു നോർമലായിട്ടുള്ള ഫോണായിട്ട് മാത്രമാണ് ഈ ഒരു റിയൽമി GT6 തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.